ഉറങ്ങാത്ത മോഹം തേടും ഉഷസ്സിൻ്റെ കണ്ണീർ തീരം കരയുന്ന പൈതൽ പോലെ കരളിൻ്റെ തീരാദാഹം കാനിൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ തേരിറങ്ങുമുകിലേ മഴത്തൂവലൊന്നു തരുമോ നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരതിരകൾ തേരിറങ്ങുകിലേ മഴത്തൂവലൊന്നു തരുമോ. അപ്പോൾ എല്ലാവർക്കും ഹായ് കൂട്ടുകാരെ. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വരാൻ കാരണമായി എനിക്ക് ഒരു ചെറിയ അസുഖം, ഒരു വയറിന് വേദന എല്ലാവരോടും ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയത്തില്ല എനിക്ക് വയ്യായിരുന്നു എന്നൊക്കെ. അപ്പം നിങ്ങൾ ചിലർ ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്തായിരുന്നു പറ്റിയതെന്നൊക്കെ. അപ്പം എനിക്ക് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാൻ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും പനി വരും. പനി വന്ന് ശരീരത്തിനെല്ലാം ഭയങ്കര വേദന. എൻ്റെ ഈ കാലിൻ്റെ നടുവിൻ്റെ ഈ റൈറ്റ് സൈഡിലത്തെ കാലിന് മൊത്തം ഫുള്ള് വേദനയാണ്. അങ്ങനെ എന്നും നമ്മൾ പനിക്ക് മരുന്ന് കഴിക്കും, ശരീരവേദനയ്ക്കൊക്കെ മരുന്ന് കഴിക്കും. പിന്നെ എൻ്റെ ശരീരത്തിലെ വാതത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മരുന്നൊക്കെ കഴിക്കും. ഇപ്പം എനിക്ക് വയറുവേദന, ഒരു വർഷം കൊണ്ട് എനിക്കൊരു ചെറിയതായിട്ടൊരു വയറുവേദന വരുന്നുണ്ടേ. അത് നമ്മൾ ഒരു ആശുപത്രി കാണിച്ചായിരുന്നു. നേരത്തെ ഗവൺമെൻറ് ആശുപത്രി കാണിച്ചിട്ട് അവർ നമുക്ക് മരുന്ന് തരും, പനിക്കും വയറുവേദനയ്ക്കും ഒക്കെ എന്തോ മരുന്നൊക്കെ നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വർഷം മുമ്പ് ഒരു പ്രൈവറ്റ് ആശുപത്രി പോയായിരുന്നു നമ്മൾ. പോയപ്പം അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത്, അപ്പോൾ സ്കാൻ ചെയ്തപ്പം യൂട്രസിനകത്ത് ചെറിയൊരു തടിപ്പുണ്ട് എന്ന് പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, ഫൈബ്രോയിഡിൻ്റെ ആണ്, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ വേദനയൊക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയുള്ള മരുന്ന് ഒക്കെ എനിക്ക് തരും. അതൊക്കെ കഴിച്ചിങ്ങനെ കഴിയുമായിരുന്നു ഒരു വർഷം കൊണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഒരു മാസമായി കാണാൻ ശരി. ഒരു മാസമൊന്നുമല്ല, പീരീഡ്സ് സമയമാകുമ്പോൾ എനിക്ക് എല്ലാ മാസത്തിലും ഭയങ്കര വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. എല്ലാ മാസത്തിലും പീരീഡ്സ് ആകുമ്പം പിന്നെ വേദന ഭയങ്കര എനിക്ക് പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. അന്നേരമാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഡേറ്റിനുമല്ല നമുക്ക് വരുന്നതേ. ഡേറ്റ് ഇങ്ങനെ ഒരു 10 ദിവസമൊക്കെ നീണ്ടു പോകുക, അല്ലെങ്കിൽ ചിലപ്പം 10 ദിവസം മുമ്പോട്ടാകും, അങ്ങനെയൊക്കെയാണ് എനിക്ക്. ഇപ്പം നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല എപ്പം വരും, എപ്പോഴാണ് ഇതാവുന്നതെന്നുള്ള അതേത്തെ കണ്ടീഷനില്ല. അപ്പം അതൊക്കെ ചെന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഡേറ്റ് അല്ല ഈ പീരീഡ്സ് ആവുന്നത്. അപ്പം അത് പ്രശ്നമില്ല, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മരുന്ന് തന്നിട്ടിരിക്കും. ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഭയങ്കര വേദന കൂടുതലായിട്ട് നമ്മൾ വേറെ ഒരു ആശുപത്രി പോയി. അപ്പോൾ അവർ പറയുന്ന പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ പറയുന്നു ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, ഇത് ഫൈബ്രോയിഡ് 2-3 ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഞങ്ങൾ ചെന്നിട്ട് ഒരു 18-ാം തീയതി ഞങ്ങൾക്കൊരു ഡേറ്റ് പറയുവാണ്. പ്രൈവറ്റ് ആശുപത്രിയാണ്. 18-ാം തീയതി ഞങ്ങൾക്കൊരു ഡേറ്റ് തരുന്നു. 18-ാം തീയതി നിങ്ങൾ വാ, ഇവിടെ നമുക്ക് ഈ കീഹോൾ സർജറി ചെയ്യാം, അപ്പം ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പം ഞങ്ങൾ ചേട്ടനോട് സംസാരിച്ചു, ചേട്ടാ വേണ്ട, ഇത്രയും പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഇത് നമുക്ക് പൈസയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഡേറ്റൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തീരുമാനിക്കണ്ടേ. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് വന്ന ഡോക്ടറെ ഞങ്ങൾ
തീരുമാനിക്കട്ടെ, ഞങ്ങൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങ് പോന്നു. പിന്നെ നമ്മളിപ്പം അതിനൊത്തിരി പൈസയാകും, 85 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് പൈസയൊന്നുമില്ല. അങ്ങനെ നമ്മൾ അറിയാലോ, നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നതല്ലേ. ചേട്ടൻ മാത്രം ജോലിക്ക് പോകുന്നുള്ളൂ, എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കില്ലേ. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരാഴ്ച അവർ തന്ന മരുന്നൊക്കെ കഴിച്ചിട്ട് വീണ്ടും വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി. കാരണം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയായിരുന്നു നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാരുണ്യയുടെ ഒരു കാർഡില്ലേ, അത് നമുക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ റേഷൻ കാർഡൊക്കെ ആയിട്ടേ ഉള്ളൂ. നമുക്കത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ആശുപത്രി പോയായിരുന്നു. പക്ഷേ അത് ഇപ്പം ഗവൺമെൻറ്റിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ അതിൻ്റെ ക്ലെയിമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ ആശുപത്രിയിലും ചെല്ലുമ്പോൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ആശുപത്രിയിൽ പോയി ഇന്നലെ. അപ്പോൾ അവിടെ സ്കാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ നടുവിൻ്റെ ഈ നടുവ് ഏണിന് തൊട്ടിങ്ങനെ ഈ കാലിന് ഭയങ്കര വേദനയായിട്ട്. അപ്പം ഞാൻ ഈ കാലിൻ്റെ വേദന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഈ ഫൈബ്രോയിഡിൻ്റെ വേദനയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊരു നട്ടലിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ നട്ടലിൻ്റെ ഒരു എക്സ്റേ എടുത്തപ്പം അതിൻ്റെ ഒരു പ്രശ്നമില്ലെന്ന് നമ്മൾ ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോൾ പറയുന്നു, ഒരു പ്രശ്നമില്ലെന്ന് എഴുതി തന്നു. അതിൻ്റെ ആയിട്ട് ഒരു പ്രശ്നമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ആ ഡോക്ടറെ കാണിച്ചപ്പം ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഈ എല്ലാ സ്ത്രീകൾക്കും, ഭൂരിപക്ഷ സ്ത്രീകൾക്കും ഈ ഫൈബ്രോയിഡ്, യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉള്ളതാണ്. ആരും ഇത്ര വേദനയായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അത് വലിയ മുഴയായാലേ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നു അങ്ങനെയൊക്കെ. ഇതിപ്പോൾ നമുക്ക് അതിനായിട്ടൊന്നും ഉള്ളതില്ല, 2-3 ഉണ്ടെങ്കിലും അത് ചെറിയ ചെറിയ സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം വേദന എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ല, ഡേറ്റ് കഴിഞ്ഞു എന്നിട്ടും ആയിട്ടില്ല. അപ്പോൾ അതാവട്ടെ, അതിന് ശേഷം നമുക്ക് ഒരു ബയോപ്സി എന്ന് പറഞ്ഞു യൂട്രസിൽ ചെയ്ത് കഴിയുമ്പം അറിയാം നമുക്ക് യൂട്രസിന് വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, അതിൻ്റെ വേദനയാണോ എന്നറിയാം. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി തീരുമാനിക്കാം പറഞ്ഞിങ്ങനെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ നോക്കുന്നത്, ആർക്കെങ്കിലും ഇങ്ങനെ വയറുവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് എല്ലാവരും അതിനെപ്പറ്റി എന്താണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, മരുന്നൊക്കെ കഴിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമ്മൾ ചെറിയ അസുഖമൊക്കെ സൂചികൾ എടുക്കാനുള്ളതൊക്കെ തൂമ്പങ്ങളൊക്കെ എടുക്കേണ്ടി വരണ്ട. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ പറ്റരുത് ആർക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇത് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഒരു സന്തോഷം മനസ്സിന്, ഞാനല്ലാതെ ആരോട് പറയാനാണ്, ഞാനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ.